കഴിഞ്ഞ ദിവസം വിവാദമായ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് മന്തി റെസ്റ്റോറന്റിന്റെ വിഷു പോസ്റ്ററിൽ ശ്രീകൃഷ്ണന്റെ ചിത്രം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധവും ഒരുപാട് ആളുകൾ അതിനൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഖമറുദ്ദീനിക്ക അദ്ദേഹത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കാം. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക. പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ താഴെ ചില ആൾക്കാർ അടിച്ചൊരു കമന്റ് ഉണ്ട്. ചില ആളുകൾ അതിൽ ഹൈന്ദവ സഹോദരങ്ങൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ പറയുന്നത് ആൾക്ക് സംഗതി തെറ്റുപറ്റിയത് തന്നെയാണ്. അതായത് പ്രശ്നമുണ്ടാക്കാൻ ചിലപ്പോൾ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ഒരു വെറൈറ്റി. കാരണം എല്ലാവരും വെറൈറ്റിയുടെ പിന്നാലെയാണല്ലോ പോകുന്നത്. അപ്പോൾ ആള് ഒരു വെറൈറ്റി ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, പക്ഷെ അത് 8 നിലയിൽ ചീറ്റിപ്പോയി എന്നുള്ള രീതിയിലാണ് ആളുകൾ കമന്റ് അടിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, സത്യസന്ധമായ അഭിപ്രായം. ആള് അറിയാതെ ചെയ്തതാണോ അല്ലെങ്കിൽ അത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണോ എന്നുള്ളത് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഈ മതപരമായിട്ടുള്ള കാര്യത്തിൽ മറ്റുള്ളവരുടെ ദൈവത്തിന്റെ കാര്യത്തിൽ ദൈവങ്ങളുടെ കാര്യത്തിലൊക്കെ ഇതേപോലെ ചെയ്യുന്നവര് ഒന്ന് സൂക്ഷിക്കുക. കാരണം ഇപ്പൊ നമ്മുടെ നാട് പഴയ നാടൊന്നും അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാവരും എല്ലാ വിഷയത്തിലും വർഗീയത ഇങ്ങനെ കുത്തിക്കയറ്റണ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അങ്ങനെ ഏത് വിഷയത്തിലും വർഗീയത കുത്തിക്കയറ്റില്ലെങ്കിൽ ഒരു സമാധാനമല്ല. അപ്പൊ അങ്ങനത്തെ ഒരു നാട്ടിലൂടെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇതേപോലുള്ളവരൊക്കെ ഒന്ന് ചെയ്യണതിന് മുന്നേ ഒന്ന് സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഖമറുദ്ദീനൊക്കെ പറഞ്ഞത് ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക. ഞാൻ ഖമറുദ്ദീനാണ്, ചെന്നൈയിൽ നിന്ന്. ഇപ്പോൾ എന്റെ വിഷയം ചിക്കൻ മന്തി കഴിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയകളിലൂടെ അപ്ലോഡ് ചെയ്ത് വിവാദമുണ്ടാക്കിയ അർഷാദ് എന്ന് പറയുന്ന ഒരുത്തണ്ടല്ലോ. ഇപ്പൊ കേരളത്തിലെ വലിയ വിഷയമാണ്. അവൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചേർത്തലയിലെ ഒരു മെഹർ മന്തി എന്ന് പറയുന്ന ഹോട്ടലിന്റെ ഉടമയാണ് ഈ അർഷാദ്. ഇവൻ കേരളത്തിന്റെ മതേതരത്വത്തെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവൻ മനുഷ്യനാണോ? ഇവനൊരു ഇസ്ലാമിക വിശ്വാസിയല്ലേ? ഇവന്റെ മതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നീ നിന്റെ മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതത്തെ ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്? ഇവരെന്താ ചെയ്തത്? മറ്റുള്ള മതത്തെ അപമാനിച്ചതാണ്. ഈ ഇങ്ങനെ കേരളത്തിൽ വർഗീയത ഉണ്ടാക്കിയിട്ട് ഈ വിഷം ചീറ്റുന്ന ഇതുപോലുള്ള പരിപാടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേരളം എത്ര സമാധാനത്തോടെ ശാന്തിയോടെ സന്തോഷത്തോടെ കഴിയുന്നത് എല്ലാവർക്കും അറിയാലോ. ഒരു ഓണം വന്നാൽ നമ്മൾ അങ്ങോട്ട് പോകും, പെരുന്നാൾ വന്നാൽ അവർ ഇങ്ങോട്ട് വരും, ഒരു ക്രിസ്മസ് വന്നാൽ നമ്മൾ അങ്ങോട്ട് പോകും. എത്ര ഐക്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന നാട്ടിനകത്ത് ഈ മതങ്ങൾക്കെതിരെ അനാവശ്യമായി ഈ നുണപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഈ മതത്തെയൊക്കെ എല്ലാ മതത്തിനും അതിന്റേതായ പവിത്രതയുണ്ട്. ഓരോ മതങ്ങൾക്കും അതിന്റേതായ അന്തസ്സും അഭിമാനവുമുണ്ട്. എല്ലാ മതങ്ങളും പുണ്യമാക്കപ്പെട്ട മതങ്ങളാണ്. ഹിന്ദു മതം എന്ന് പറയുമ്പോൾ അത് ഒരു പുണ്യമാക്കപ്പെട്ട മതമാണ്. ആ മതത്തിന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പുണ്യതയുണ്ട്, പവിത്രതയുണ്ട്. അതിനെയൊക്കെ കളങ്കപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് കേരളത്ത് ഈ മതങ്ങൾക്കെതിരെ തീവ്രമായ ഇങ്ങനെയുള്ള തെമ്മാടിത്തരം ചെയ്യുമ്പോൾ അതിന് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അവൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. 1 വർഷം കഠിന തടവാണത്രേ. അതിനുള്ള ശിക്ഷയാണത്രേ. 1 വർഷം കൊടുത്താൽ മതിയോ? ഇവനെ കട ആദ്യം പൂട്ടിക്കണം. നല്ല മനുഷ്യരിൽപ്പെട്ട ഒരാളും ഇവനെ കടയിൽ പോയി ഭക്ഷണം കഴിക്കരുത്. അത് മാത്രമല്ല, അവൻ ആജീവനാന്തം ജയിലിനകത്ത് കിടക്കണം. ഇങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും കേരളത്തിൽ ഈ മതേതര ജനാധിപത്യ കേരളത്തിൽ ഇരിക്കേണ്ട ആളല്ല. അവൻ ആജീവനാന്തം ജയിലിൽ കിടക്കേണ്ട ആളാണ്. ഇത് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇതേപോലെ മറ്റുള്ള മതങ്ങൾക്കെതിരെ ചെയ്താൽ അവന്റെ കാര്യം എന്താവും? ഇസ്ലാമിൽപ്പെട്ടവരെന്നല്ല, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏതെങ്കിലും മതത്തിനെതിരെ മോശമാക്കി ഗൾഫ് രാജ്യങ്ങളൊക്കെ പോസ്റ്റ് കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ തീരുമാനമാവും. അതുപോലെയുള്ള ശക്തമായ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് വരണം. വരാത്ത കാലത്തോളം ഇനിയും തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുജനം അങ്ങനെയുള്ളവരെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഓരോ മതത്തിനും അതിന്റേതായ പവിത്രതയുണ്ട്. സ്വന്തം മതത്തിനെതിരെ വേറെ മതത്തിൽപ്പെട്ട ഒരുത്തിന് ഇതുപോലെ എന്തെങ്കിലും മോശമാക്കി ചെയ്താൽ നിനക്ക് എത്ര വിഷമമുണ്ടാവും? സ്വന്തം മതത്തിനെതിരെ നമുക്ക് നമ്മുടെ മതം വലുതാണെങ്കിൽ അവർക്ക് അവരുടെ മതം വലുതല്ലേ? നമ്മൾ ചിന്തിക്കണ്ടേ? നമുക്ക് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ വലുതാണെങ്കിൽ അവർക്കും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ വലുതല്ലേ? അത് നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മൾ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നല്ലേ നമ്മുടെ സമുദായം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നീ വന്നിച്ചില്ല, പോട്ടെ, നിന്നിച്ചില്ലേ? നീ നിന്നിച്ചതല്ലേ? നിന്ദിക്കരുതെന്ന് പറയുമ്പോൾ അത് കേൾക്കാതെ നീ നിന്നിച്ചില്ലേ? അവരെ അപമാനപ്പെടുത്തി അവർക്ക് എത്ര സങ്കടം ഉണ്ടാവും? രാജ്യത്ത് ഏറ്റവും വലിയ മതങ്ങളിൽപ്പെട്ട ഒന്നാണ് ഹൈന്ദവ മതം. ആ മതത്തിന് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രാജ്യത്തുണ്ട്. ആ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഹൈന്ദവ മതത്തിന്റെ ഒരു ദൈവത്തിന്റെ ഫോട്ടോയും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ മോശമായ കഥ പടച്ചുവിടുമ്പോൾ അവർക്ക് എത്ര വലിയ വിഷമം ഉണ്ടാവും എന്ന് ചിന്തിക്കണം. ഇത് കേരളമായതുകൊണ്ടോ ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ ആണെങ്കിൽ ഈ കാട്ടിക്കുട്ടിയവൻ ഇവിടെ ഒരു ഇസ്ലാമാണ്. മറ്റുള്ള നോർത്ത് പോലുള്ള സ്റ്റേറ്റുകളൊക്കെ ഇസ്ലാമിൽപ്പെട്ട ഇതുപോലെ കാട്ടിക്കുട്ടിയാൽ അവന്റെ തറവാറുണ്ടാവുമോ? ഇവിടെ സമാധാനമല്ലേ നമുക്ക് ആവശ്യം? മതേതരത്വം, സമാധാനം, സന്തോഷം, മതമൈത്രി, എത്ര ഐക്യത്തോടെ നമ്മുടെ നാട്, നമ്മുടെ രാജ്യം കഴിഞ്ഞു പോകുന്നത്. ചില ഭാഗങ്ങൾ ഒഴികെ. അപ്പൊ ദയവ് ചെയ്ത് ഇതുപോലുള്ള താല്പര്യം കൂട്ടി നിൽക്കരുത്. ഇവനെയൊന്നും അംഗീകരിക്കരുത്. ഇവരെ കടയൊക്കെ പൂട്ടിക്കണം. അങ്ങനെയുള്ളതൊന്നും വേണ്ട. മതേതര കേരളത്തിൽ കച്ചവടം ചെയ്യേണ്ട. ഒരു മതവിഭാഗത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിട്ട് അങ്ങനെയുള്ളവരൊന്നും ഒരു മറ്റൊന്നും വേണ്ട. പിന്നെ ഒരു മാപ്പുമായി വന്നിരിക്കുന്ന എന്തറിയാതെ ചെയ്തതാണ്. ഇവൻ അറിയാതെ ചെയ്തത്, ഇവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അറിയാതെ അവന്റെ കുട്ടിയൊന്നുമല്ലോ, വായിൽ വെല്ലിട്ട കഴിക്കാറിയാതെ കുട്ടിയൊന്നുമല്ല. ആ നല്ല ബോധത്തോടെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഇവന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിരിക്കുന്നു. കാരണം ഒരു മതത്തിന്റെ പുണ്യമാക്കപ്പെട്ട വിഷയമാണ് അതിനെ അപമാനിച്ചത്. ദൈവങ്ങളെപ്പോലും ഹൈന്ദവ മതത്തിന്റെ അവരുടെ വിശ്വസിക്കുന്ന അവരുടെ ദൈവത്തെ പോലും അപമാനിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുമ്പോൾ അതിന് പിന്നിൽ വേറെ വല്ലതും ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിരിക്കുന്നു. അന്വേഷിക്കണം കേട്ടോ. ഇതൊന്നും ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. അവനാണെങ്കിൽ ശരി. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല.
വേറെ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ കേരളത്തിലുണ്ട്. എത്ര ഐക്യത്തോടെ നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റും. ഇങ്ങനെ മതങ്ങളെയൊക്കെ മോശമാക്കാൻ പറ്റുമോ? അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല. അവന് തക്കതായ ശിക്ഷ കൊടുത്ത് ബഹുമാനപ്പെട്ട കേരളം, ജനാധിപത്യ രാജ്യത്തിന് മാതൃകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.